അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 112 സങ്കീർത്തനം 1 വാക്യം നമുക്ക് വായിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 1 അധ്യായം 7 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വ്യക്തി ദൈവിക ജ്ഞാനം ഉള്ളവനാകണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടായിരിക്കണം. അവൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെങ്കിൽ നിശ്ചയമായും അവൻ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവൻ ആയിത്തീരണം. ശാപവും പാപവുമുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കുകയില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ശാപം നിങ്ങളിൽ നിന്ന് നീക്കാഞ്ഞാൽ എനിക്ക് നിങ്ങളോടുകൂടെ വസിക്കുവാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേൽ മക്കളുടെ ലീഡറായിരുന്ന യോശുവയോട് ദൈവം കൽപ്പിച്ചു. യോശുവ 7 അധ്യായം 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകാൻ എന്നൊരു വ്യക്തിയുടെ തെറ്റായ ജീവിത രീതിയും അവൻ്റെ അനുസരണക്കേടും അവൻ ചെയ്ത മോഷണവുമാണ് ഇസ്രായേൽ മക്കളെ മുഴുവനും കഷ്ടത്തിലാക്കിയത്. വലിയ പരാജയമായിരുന്നു ഹായ് എന്ന ചെറിയ രാജ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ ഏറ്റുവാങ്ങിയത്. യെരിഹോ കോട്ട തകർക്കുകയും യെരിഹോ രാജാവിനെ ശിക്ഷിക്കുകയും ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് ഹായ് എന്ന ചെറിയ രാജ്യത്തിൽ പരാജയം നേടിക്കൊടുത്ത ആകാനെ നീക്കിക്കളഞ്ഞതിന് ശേഷമാണ് യഹോവ വീണ്ടും ഇസ്രായേൽ മക്കളെ സഹായിക്കുവാനായി അവരുടെ മധ്യത്തിൽ ചെന്നത്. യോശുവ 7 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തോട് നാം അനുസരണം ഉള്ളവരായിരുന്നാൽ ദൈവം തന്നെ നമുക്ക് നല്ല ഉപദേശം നൽകിത്തരും. ആ ഉപദേശം പോലെ നാം ജീവിച്ചാൽ വൻ വിജയം നമുക്ക് ലഭിക്കും. അപ്രകാരം നാം ഭാഗ്യവാന്മാരായി തീരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നാം എവിടെ ജയിക്കുമോ അവിടെ ഭാഗ്യം നമ്മെ തേടി എത്തുന്നു. എന്താണ് ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാഗ്യം എന്ന വാക്കിന് ധാരാളം അർത്ഥമുണ്ട്. വിജയം, ആനുകൂല്യം, സാഫല്യം, നല്ല കാലം എന്നെല്ലാം ഭാഗ്യത്തിൻ്റെ അർത്ഥങ്ങളാണ്. വലിയൊരു വീടും ധാരാളം പണവുമാണ് ഭാഗ്യം എന്ന വാക്കുകൊണ്ട് അനേകർ അർത്ഥമാക്കുന്നത്. വലിയൊരു വീടും ധാരാളം പണവുമുള്ള ഒരു വ്യക്തിയെ ഒരിക്കൽ പോലീസ് പിടിച്ചു. അയാളൊരു സ്വർണ്ണക്കടക്കാരനായിരുന്നു. തൻ്റെ കടയിൽ കള്ളൻ കയറിയെന്ന് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പോലീസ് അന്വേഷിച്ചപ്പോൾ കടക്കാരൻ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ ചെയ്ത കടന്ന കൈയായിരുന്നു അതെന്ന് കണ്ടെത്തി. 4 കോടി രൂപ ഇൻഷുറൻസ് തട്ടിയെടുക്കുവാൻ തൻ്റെ കടയിലുള്ള സ്വർണം മുഴുവൻ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. പോലീസ് അന്വേഷിച്ചപ്പോൾ ഭിത്തിയിൽ ഒരാൾക്ക് കടക്കുവാൻ തക്ക ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോൾ മറിഞ്ഞിരിക്കത്തക്ക നിലയിൽ അലമാരയുണ്ട്. അലമാരയ്ക്ക് സ്ഥാനചലനമുണ്ടായിട്ടില്ല. ഒരു കള്ളൻ കയറുമ്പോൾ ഉണ്ടാകുന്ന യാതൊരു സൂചനയും കടയിലില്ല. ഒടുവിൽ സംശയം തോന്നിയ സമർത്ഥനായ പോലീസ് കമ്മീഷണർ ജോലിക്കാരെ ചോദ്യം ചെയ്തു. അവരെല്ലാവരും നിരപരാധികളായിരുന്നുവെന്ന് തെളിഞ്ഞു. കാരണം കള്ളൻ കയറി എന്ന് പറഞ്ഞ രാത്രിയിൽ ജോലിക്കാർ എല്ലാവരും പോകുമ്പോൾ ഉടമസ്ഥൻ കടയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഉടമസ്ഥൻ്റെ കയ്യിൽ വിലങ്ങ് വീണു. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നടന്ന ഒരു സംഭവം വർത്തമാന പത്രങ്ങളിൽ വന്ന വാർത്തയാണിത്. ലക്ഷക്കണക്കിന് രൂപ വരുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്ന, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വീട്ടിൽ താമസിക്കുന്ന ആ വ്യക്തി കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് സുഖലോലുപതയിൽ താമസിക്കുമ്പോൾ വീടും സ്ഥലവും ജപ്തി ചെയ്യുവാൻ സമയമായപ്പോൾ അതിൽ നിന്നും രക്ഷ നേടുവാൻ ഇൻഷുറൻസ് തുക 4 കോടി തട്ടിയെടുക്കുവാനാണ് അപ്രകാരം ചെയ്തത്. ഇന്ന് അനേകം കോടീശ്വരന്മാരും ഭാഗ്യവാന്മാരായി വിലസുന്നത് തെറ്റായ രീതിയിൽ പണമുണ്ടാക്കി അനേക ബാങ്കുകളെ കബളിപ്പിച്ചുകൊണ്ടാണ്. എത്രയോ കേസുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ വീടോ സമ്പത്തോ മാത്രമല്ല ഭാഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ എന്താണ് ഭാഗ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിശ്ചയമായും സാമ്പത്തികവും നല്ല വീടും ഭാഗ്യത്തിൻ്റെ പട്ടികയിൽ പെടുത്താമെങ്കിലും ദൈവിക വിഷയത്തിൽ സമ്പന്നരാകാതെയുള്ള സമ്പത്ത് പാറയുടെ മേൽ എറിഞ്ഞ സ്ഫടികപാത്രം പോലെ ഉള്ളൂ. ഒരു വ്യക്തി യഥാർത്ഥമായി ഭാഗ്യവാനാകുന്നത് ആ വ്യക്തി ആത്മീകമായി ദൈവിക വിഷയങ്ങളിൽ സമ്പന്നൻ ആകുമ്പോഴാണ്. ആ വ്യക്തി ഭൗതികമായും അപ്പോൾ ഉയർച്ച പ്രാപിക്കുകയും ദൈവിക ജ്ഞാനത്താൽ ആ വ്യക്തി നിറയപ്പെടുകയും ചെയ്യുന്നു. ധാരാളം സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, മകൻ കള്ളനും കൊലപാതകനുമാണെങ്കിൽ അവൻ്റെ അപ്പൻ ഭാഗ്യവാനാണെന്ന് പറയുവാൻ ഒക്കുമോ?
നല്ല വീടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ദിവസവും കുടുംബകലഹമാണെങ്കിൽ ആ ഭവനത്തിലെ ആളുകൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുവാൻ ഒക്കുമോ? എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് എങ്കിലും സമാധാനമുള്ള കുടുംബ അന്തരീക്ഷം ഇല്ല എങ്കിൽ ആ ഭവനത്തിലെ ആളുകൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുവാൻ സാധിക്കുമോ? ദൈവഭയമുള്ള മാതാപിതാക്കളുടെ മക്കൾ വഴിവിട്ട ജീവിതം നയിക്കുന്നവരാണെങ്കിലും അവർ മാനസാന്തരപ്പെടുകയും സകല ദുശീലത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുകയും ഭവനത്തിനകത്ത് സമാധാനം നിറയുകയും ചെയ്യും. ഭാഗ്യവാനാകുന്നത് നമ്മുടെ ആശ്രയം യേശുവിൽ വയ്ക്കുമ്പോഴാണ്. വെച്ചക്കഞ്ഞിക്ക് ഇടുവാൻ ഉപ്പില്ലാത്ത അവസ്ഥയിൽ നാം എത്തിപ്പെട്ടാലും യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നമുക്ക് ആശ്വാസവും സന്തോഷവും യേശു പ്രദാനം ചെയ്യും. സൈനികനായ ജിം മാർട്ടിന് ഒരു യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. 2 കണ്ണുകൾ നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് ജിമ്മിൻ്റെ 2 കരങ്ങളും മുറിച്ചു മാറ്റേണ്ടി വന്നു. കണ്ണുകളും കരങ്ങളും നഷ്ടമായ ജിം ഡോക്ടർമാരോട് തൻ്റെ ജീവൻ അവസാനിപ്പിച്ച് തരണമെന്ന് കേൺ അപേക്ഷിച്ചു. തങ്ങൾക്ക് അതിനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ആശ്വാസം കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. നിരാശനായ ജിം തൻ്റെ ജീവൻ അവസാനിപ്പിക്കുവാൻ ഡോക്ടർമാരോട് നിർദ്ദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് രാജാവിന് കത്തയച്ചു. എന്നാൽ ഈ കത്ത് കിട്ടിയ ജോർജ് 5-ാമൻ രാജാവ് ജിമ്മിനെ ഇങ്ങനെ അറിയിച്ചു: നിന്റെ രാജാവിന് നിന്നെ ആവശ്യമുണ്ട്, കത്ത് ഉടൻ വരും. ഈ വാക്കുകൾ ജിമ്മിന് ധൈര്യം നൽകി. രാജ്യത്തിന് നൽകിയ സേവനങ്ങൾക്ക് ജിമ്മിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള രാജാവിൻ്റെ കത്ത് അവനെ തേടി ചില ദിവസങ്ങൾക്കുള്ളിൽ എത്തി. അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. ആരോഗ്യം മെച്ചപ്പെട്ടു. വിദഗ്ധ പരിശീലനത്തിന് ശേഷം രാജാവിൻ്റെ അറിയിപ്പുകൾ കൊട്ടാരത്തിൻ്റെ അകത്ത് ഓരോ മുറിയിലും എത്തിക്കുന്ന സന്ദേശവാഹകനായ ജിം ജോലിയിൽ പ്രവേശിച്ചു. കണ്ണുകളില്ലാത്ത അവസ്ഥയിലും കൈകളില്ലാത്ത അവസ്ഥയിലും ഭൂമിയിലൊരു രാജാവ് ജിമ്മിനെ സ്വീകരിച്ചെങ്കിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു നമ്മെ എത്ര അധികമായി സ്വീകരിക്കും. ലോകം ജിമ്മിനെ നോക്കി പറയും അവൻ ഭാഗ്യവാനല്ല എന്ന്. കാരണം അവന് കണ്ണുകളില്ല, കൈകളില്ല. എന്നാൽ ജിമ്മിന് ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവനിപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ജിമ്മിനെ പോലെ അല്ലെങ്കിലും ജിം അനുഭവിച്ച ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടോ? നമ്മെ ആർക്കും വേണ്ട എന്ന ചിന്ത ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഓർക്കുക, ആർക്കും നമ്മെ ആവശ്യമില്ലാതെ വന്നാലും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മെ ആവശ്യമുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. ദൈവഭയമുള്ള, ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന മൊർദെഖായിയുടെ മുമ്പിൽ ദൈവഭയമില്ലാത്തവനും മൊർദെഖായിയെ നശിപ്പിക്കുവാൻ കഴിവരം തീർത്തവനുമായ ഹാമാൻ ലജ്ജിച്ചതുപോലെ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിന് മുമ്പിൽ സാത്താൻ ലജ്ജിക്കുക തന്നെ ചെയ്യും. ദൈവകൽപ്പനകൾ നാം അനുസരിച്ചാൽ നാം ക്ഷീണിക്കുവാനോ ലജ്ജിക്കുവാനോ പരാജയപ്പെടുവാനോ തളർന്ന് വീഴുവാനോ നമ്മുടെ കർത്താവ് സമ്മതിക്കുകയില്ല. ആകയാൽ നമുക്ക് ദൈവകൽപ്പന അനുസരിച്ച് ദൈവഭയത്തോടെ ജീവിച്ച് നിത്യജീവൻ അവകാശികളായി തീർന്ന് ഭാഗ്യ പദവിയിൽ എത്തിച്ചേരാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ നൽകി കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിട വരാതെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.